അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കാം. ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യം ഏറ്റവും ലളിതമായി പറഞ്ഞുതരാം. ഒന്നാമത്തെ വിഷയം, വിശുദ്ധമായ റമദാൻ മാസം, കഴിഞ്ഞ ഏതെങ്കിലും ഒരു റമദാൻ മാസം നമ്മുടെ കൂട്ടത്തിലെ ഗർഭിണികളായ സ്ത്രീകളോ മുലയൂട്ടുന്ന ഉമ്മമാരോ വിശുദ്ധ റമദാൻ നോമ്പ് ഒഴിവാക്കിയാൽ അവർ എന്താണ് ചെയ്യേണ്ടത്? ഇവരിൽ ആരൊക്കെ നോമ്പ് ഖളാ വീട്ടണം, ആരൊക്കെ മുദ്ദ് കൊടുക്കണം? രണ്ടാമത്തെ വിഷയം, ഇവർ നോമ്പ് ഒഴിവാക്കി പക്ഷെ അടുത്ത റമദാനിന് മുന്നേ ഖളാ വീട്ടാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവിടെ മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണോ എന്നുള്ള വിഷയം കൂടി പറഞ്ഞുതരാം. മൂന്നാമത്തെ വിഷയം, മുദ്ദ് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ് മുദ്ദായി കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്? ഈ 3 വിഷയങ്ങൾ ഏറ്റവും ലളിതമായി പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം, വിശുദ്ധമായ റമദാന് മാസം മുലയൂട്ടുന്ന ഉമ്മമാരോ ഗർഭിണികളോ നോമ്പ് ഒഴിവാക്കുന്നത് പ്രധാനമായും 3 കാരണങ്ങളിൽ നിന്ന് ഒരു കാരണം കൊണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തത്, അവർ സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കാം. അതായത് സ്വന്തം ആരോഗ്യത്തെ പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കാം. അങ്ങനെ നോമ്പ് ഒഴിവാക്കിയാൽ അവർ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. രണ്ടാമത്തെ വിഷയം, സ്വന്തം ആരോഗ്യത്തെയും കുഞ്ഞിന്റെ ആരോഗ്യത്തെയും രണ്ടിനെയും പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കാം. അങ്ങനെയുള്ളവരും നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. മൂന്നാമത്തെ വിഷയം, സ്വന്തം ആരോഗ്യത്തെ പറ്റി അവർക്ക് പേടിയില്ല, അതേ സമയത്ത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി അവർക്ക് പേടിയാണ്. ഈ ഒരു കാരണം കൊണ്ട് അവർ നോമ്പ് ഒഴിവാക്കാം. ഇങ്ങനെയുള്ളവര് കൃത്യമായി ശ്രദ്ധിക്കുക, നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന രൂപത്തിൽ കൊടുക്കണം. അതായത് സ്വന്തം ആരോഗ്യത്തെ പറ്റി അവർക്ക് പേടിയില്ല, അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി അവർക്ക് പേടിയാണ്. കുഞ്ഞിന്റെ ആരോഗ്യത്തെ പേടിച്ചുകൊണ്ട് മാത്രമാണ് നോമ്പ് ഒഴിവാക്കിയെങ്കിൽ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന രൂപത്തിൽ അവർ കൊടുക്കണം. ഇനി മനസ്സിലാക്കാം, ഇങ്ങനെ നോമ്പ് ഒഴിവാക്കി പക്ഷെ അടുത്ത റമദാനിന് മുന്നേ നോമ്പ് ഖളാ വീട്ടാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? കാരണം കൂടാതെ ഒരു റമദാനിനെ തൊട്ട് ഒരാൾ നോമ്പ് പിന്തിപ്പിക്കുകയാണെങ്കിൽ അവൻ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം മുദ്ദ് കൂടി കൊടുക്കണം. എന്നാൽ കാരണത്തോട് കൂടെ പിന്തിപ്പിച്ചാൽ അങ്ങനെ മുദ്ദ് കൊടുക്കേണ്ടി വരില്ല. കാരണം കൂടാതെ ഒരു റമദാനിനെ തൊട്ടാണ് പിന്തിപ്പിക്കുന്നതെങ്കിൽ, അതായത് കഴിഞ്ഞ റമദാന്റെ നോമ്പ് ഈ റമദാനിന് മുന്നേ നോറ്റ് വീട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഈ റമദാനിന് ശേഷമാണ് നോമ്പ് നോക്കുന്നതെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന രൂപത്തിൽ കൊടുക്കണം. 2 റമദാന് പിന്തിപ്പിക്കുമ്പോൾ ഒരു നോമ്പിന് 2 മുദ്ദ് എന്ന രൂപത്തിലാകും. അങ്ങനെ ഓരോ റമദാന് പിന്തിപ്പിക്കുമ്പോഴും കാരണമില്ലാതെയാണ് പിന്തിപ്പിക്കുന്നതെങ്കിൽ ഓരോ റമദാനും ഒരു മുദ്ദ് വീതം വെച്ച് കൂടും. എന്നാല് അതായത് ഓരോ നോമ്പിനും ഒരു മുദ്ദ് വീതം വെച്ച് കൂടും. അപ്പോ ഒരു റമദാനിനെ തൊട്ട് 10 നോമ്പ് കാരണമില്ലാതെ പിന്തിപ്പിച്ചെങ്കിൽ 10 മുദ്ദ് കൊടുക്കണം. 10 നോമ്പ് 2 റമദാനിനെ തൊട്ട് പിന്തിപ്പിച്ചാൽ 20 മുദ്ദ് കൊടുക്കണം. അങ്ങനെയാണ് ഇത് വരാം. ഇനി മനസ്സിലാക്കാം, ഒരാള് വിശുദ്ധമായ റമദാനിനെ തൊട്ട് പിന്തിപ്പിച്ചത് കാരണത്തോട് കൂടെയാണ് എങ്കിൽ ഇങ്ങനെ മുദ്ദ് ഇരട്ടിക്കൂല. കാരണം എന്ന് പറയുമ്പോൾ എന്താണ് കാരണം? ഒന്നിരിക്കൽ ആ വ്യക്തി കംപ്ലീറ്റ് യാത്രയിലായിട്ട് മാറാം. അതല്ല എങ്കിൽ അത്യാവശ്യമുള്ളൊരു യാത്രയാണ്, ആ യാത്രയിലായതുകൊണ്ട് അവർക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല, അതൊരു കാരണമായിട്ട് പരിഗണിക്കും. അതല്ല എങ്കിൽ കംപ്ലീറ്റ് രോഗിയായി മാറി, അതായത് ഈ റമദാനിൽ രോഗം ബാധിച്ച് അടുത്ത റമദാനിന് മുമ്പ് വരെ സുഖപ്പെട്ടിട്ടില്ല, അങ്ങനെ രോഗിയായ കാരണം കൊണ്ട് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല, അതും ഒരു കാരണമായിട്ട് പരിഗണിക്കും. അതല്ല എങ്കിൽ കുഞ്ഞിനിക്ക് മുലയൂട്ടാനുണ്ട്, അതായത് ഉമ്മ നോമ്പ് അനുഷ്ഠിച്ചാൽ കുഞ്ഞിനിക്ക് മുലപ്പാൽ പ്രശ്നമാവും, ആ ഒരു കാരണം കൊണ്ട് ഈ ഉമ്മയ്ക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല, അതും ഒരു കാരണമായിട്ട് പരിഗണിക്കപ്പെടും. ഇങ്ങനെ കാരണങ്ങളെ കൊണ്ടാണ് ഒരു റമദാനിനെ തൊട്ട് പിന്തിപ്പിച്ചതെങ്കിൽ അവര് പിന്നെ മുദ്ദ് കൊടുക്കേണ്ടതില്ല, നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. ആവശ്യം മനസ്സിലാക്കാം. ഇനി ആദ്യം പറഞ്ഞ കേസിലേക്ക് നമ്മൾ വരാണെങ്കിൽ, ഒരു ഉമ്മ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കി. കഴിഞ്ഞ റമദാനിലാണ് നോമ്പ് ഒഴിവാക്കിയത്, ഈ റമദാനിന് മുന്നേ അവർ നോമ്പ് ഖളാ വീട്ടി. എങ്കിലും അവർ എത്രയാണോ നോമ്പ് ഒഴിവാക്കിയത് ആ നോമ്പിനനുസരിച്ചിട്ട് അവർ മുദ്ദ് കൊടുക്കണം. കാരണം അവർ ഒരു റമദാനെ തൊട്ട് പിന്തിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കുഞ്ഞിന്റെ ആരോഗ്യം മാത്രം പേടിച്ചുകൊണ്ടാണ് അവർ നോമ്പ് ഒഴിവാക്കിയത്, അതിനാണ് അവർ മുദ്ദ് കൊടുക്കുന്നത്. ഇനി അവർ അങ്ങനെ നോമ്പ് ഒഴിവാക്കുകയും ഒരു റമദാനെ തൊട്ട് പിന്തിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അവർ ഒരു നോമ്പിന് 2 മുദ്ദ് പോലെ കൊടുക്കേണ്ടി വരും.
കാരണം ഒരു മുദ്ദ് കുഞ്ഞിന്റെ ആരോഗ്യത്തെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കിയതിന്, മറ്റൊരു മുദ്ദ് ഒരു റമദാനെ തൊട്ട് പിന്തിപ്പിച്ചതിന് ആവശ്യം മനസ്സിലാക്കാം. ഇനി വേറൊരു സ്ത്രീ സ്വന്തം ആരോഗ്യത്തെ പേടിച്ചുകൊണ്ട് ഒരു റമദാനിൽ നോമ്പ് ഒഴിവാക്കി, അടുത്ത റമദാനിന് മുന്നേ അത് നോമ്പ് കലാ വീട്ടി എങ്കിൽ അവർ നോമ്പ് കലാ വീട്ടിയാൽ മാത്രം മതി, ഒന്നും കൊടുക്കേണ്ടതില്ല. ഇനി അതേ സ്ത്രീ ഒരു റമദാനെ തൊട്ട് കാരണമില്ലാതെ പിന്തിപ്പിച്ചു എങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ എന്ന രൂപത്തിൽ കൊടുക്കണം. അത് പിന്തിപ്പിച്ചതിനുള്ള മുദ്ദാണ്, ആവശ്യം മനസ്സിലാക്കാം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് മുദ്ദ കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്താണ് മുദ്ദായിട്ട് കൊടുക്കേണ്ടത്? അതായത് നാട്ടിലെ സാധാരണ ഭക്ഷണധാന്യമാണ് മുദ്ദായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിലാകുമ്പോൾ അരിയാണ് മുദ്ദായിട്ട് കൊടുക്കേണ്ടത്. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ ഫക്കീറോ മിസ്കീനോ ആയ മുസ്ലിം വിശ്വാസികൾക്ക് മുദ്ദ കൊടുക്കാം, ആവശ്യം മനസ്സിലാക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഫക്കീറോ മിസ്കീനോ ആയ ആളുകൾ നമുക്ക് തീരെ എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് അപ്പുറത്തെ നാട്ടിൽ പോയിട്ടും കൊടുക്കാവുന്നതാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കാണ് ഈ മുദ്ദിന്റെ അരി കൊടുക്കേണ്ടത്. ഇനി അടുത്ത വിഷയം, എത്രയാണ് മുദ്ദ കൊടുക്കേണ്ടത്? ഒരു മുദ്ദ എന്ന് വെച്ചാൽ നമ്മൾ ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കുക ഒരു സ്വാ ആണ്. ഒരു സ്വാ എന്ന് വെച്ചാൽ 4 മുദ്ദുകൾ ചേർന്നതാണ്. അപ്പോൾ അതിന് കൃത്യമായി ഇത്ര തൂക്കമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ അത് ലിറ്ററിലേക്ക് വരുമ്പോൾ ഒരു മുദ്ദ എന്ന് വെച്ചാൽ 800 മില്ലി ലിറ്റർ ആണ്. അപ്പൊ 800 മില്ലി ലിറ്ററിന് സമാനമായ തൂക്കത്തിലുള്ള അരിയാണ് ഒരു മുദ്ദായിട്ട് കൊടുക്കേണ്ടത്. അത് ചില അരികൾ 650 ഗ്രാമിൽ ഒതുങ്ങും, ചില അരികൾ 700 ഗ്രാം ഉണ്ടാവും, ചില അരികൾ 750 ഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു സൂക്ഷ്മതയൊക്കെ പാലിച്ചുകൊണ്ട് ഒരു മുദ്ദായിട്ട് പറ്റുമെങ്കിൽ ഒരു 750 ഗ്രാം പിടിക്കാം. ഈ 750 ഗ്രാമിൽ മിക്ക അരികളും ഇത് ഒതുങ്ങും. അപ്പൊ ഒരു മുദ്ദ 750 ഗ്രാം പിടിക്കുകയാണെങ്കിൽ ഒരു 10 മുദ്ദ ഉണ്ടെങ്കിൽ 7.5 കിലോ അങ്ങനെ കൊടുക്കാം. അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ ഭക്ഷണധാന്യമായ അരിയാണ് കൊടുക്കേണ്ടത്, പാവപ്പെട്ട വിശ്വാസികൾക്കാണ് കൊടുക്കേണ്ടത്, ആവശ്യം മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മുലയൂട്ടുന്ന ഉമ്മമാരോ ഗർഭിണികളോ നോമ്പ് ഒഴിവാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത്, അവരുടെ പരിഹാര മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈയിടെ ജോയിൻ ചെയ്ത ഹിക്മ എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതായത് നാഫി അക്കാഡമി എന്ന് പറയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂടെക് പ്ലാറ്റ്ഫോം വഴി അത്യാവശ്യം ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായി വളരെ ചുരുങ്ങിയ ഫീസിൽ ലഭ്യമാകുന്ന രൂപത്തിൽ ഹിക്മ എന്ന് പറയുന്ന ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ്സസ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഉപയോഗപ്പെടുത്തി ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് nafiacademy.com എന്ന് സെർച്ച് ചെയ്ത് അതിൽ ലഭ്യമാകുന്ന കോളത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് സ്വയം സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ടുകളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകും. തീർച്ചയായിട്ടും ഈ വിഷയം മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.